മൂത്രത്തിന്റെ നിറമാറ്റത്തിന് പിന്നിലെ കാരണങ്ങൾ ഇവയാകാം. മൂത്രത്തിന്റെ നിറമാറ്റം നമ്മെ അസ്വസ്ഥതപ്പെടുത്തിയേക്കാം. പലപ്പോഴും നേരിയ അണുബാധകളോ ഭക്ഷണക്രമത്തിലെ വ്യത്യാസങ്ങളോ ഇതിന് കാരണമാകാമെങ്കിലും ചില അവസരങ്ങളിൽ അണുബാധകളും വൃക്കപ്രശ്നങ്ങളും ഈ നിറവ്യത്യാസത്തിന് കാരണമായേക്കാം. മൂത്രത്തിലെ മങ്ങലിന്റെ കാരണങ്ങളെക്കുറിച്ചും അതിന്റെ സാഹചര്യങ്ങളെക്കുറിച്ചും അറിയാം. ആദ്യത്തേത് നിർജ്ജലീകരണമാണ്. ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തത് മൂത്രത്തിന്റെ നിറവ്യത്യാസത്തിന് കാരണമാകും. അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കുന്നതിന്റെ അളവ് വർദ്ധിപ്പിക്കുക. ഒരു ദിവസം കുറഞ്ഞത് 5-6 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. അതുപോലെ തന്നെ മൂത്രനാളിയിലെ ബാക്ടീരിയ അണുബാധ മൂലം മൂത്രത്തിന്റെ നിറത്തിൽ മാറ്റമുണ്ടാകാം. നിറം മാറ്റത്തോടൊപ്പം വേദന, ദുർഗന്ധം എന്നിവയും ഉണ്ടാകുന്നു. ഇങ്ങനെയുണ്ടെങ്കിൽ ഒരു യൂറോളജിസ്റ്റിനെ കണ്ട പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഗൊണേറിയ അല്ലെങ്കിൽ ക്ലമീഡിയ പോലുള്ള അണുബാധകൾ മൂത്രനാളിയെ ബാധിച്ചേക്കാം. ഇത് പരിശോധനയിലൂടെ അറിയാൻ സാധിച്ചേക്കും. ഇത്തരം അണുബാധകളും മൂത്രത്തിന്റെ നിറമാറ്റത്തിന് കാരണമാകുന്നുണ്ട്. കൂടാതെ വൃക്കയിലെ കല്ലുകൾ മൂത്രനാളിയിൽ മുറിവുണ്ടാക്കുകയും മൂത്രത്തിലൂടെ രക്തസ്രാവം ഉണ്ടാക്കാൻ ഇടയാക്കുകയും ചെയ്യും. മാത്രമല്ല മൂടിക്കെട്ടിയ മൂത്രം, വേദന എന്നിവയും ഉണ്ടാകാം. നടുവിനും വശങ്ങളിലും മൂത്രമൊഴിക്കുമ്പോഴും വേദന ഉണ്ടാകാം. അൾട്രാസൗണ്ട് അല്ലെങ്കിൽ CT സ്കാൻ പോലുള്ള ഇമേജിംഗ് പരിശോധനയിലൂടെ വൃക്കയിലെ കല്ലുകൾ തിരിച്ചറിയാൻ സാധിക്കും. ചെറിയ കല്ലുകളാണെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുമ്പോൾ മൂത്രത്തിലൂടെ കടന്നുപോകും. അങ്ങനെ അല്ലാത്ത കേസുകളിൽ മരുന്നിന്റെ സഹായം ആവശ്യമായി വന്നേക്കാം. ചില വൃക്കരോഗികളിൽ മൂത്രത്തിൽ പ്രോട്ടീന്റെ അളവ് കൂടുതലായിരിക്കും. ഇങ്ങനെയുള്ളവർക്ക് മൂത്രത്തിൽ നുരയും പതയും ഉണ്ടാകാനും മൂത്രത്തിന്റെ നിറം മങ്ങാനും ഇടയുണ്ട്. അതുപോലെ യോനിയിലെ സ്രവങ്ങൾ അല്ലെങ്കിൽ യോനിയിലെ അണുബാധ ഉണ്ടാകുമ്പോഴുള്ള അണുക്കൾ മൂത്രത്തിൽ കലർന്ന് നിറമാറ്റമുണ്ടാകാൻ കാരണമാകും. ശരിയായ ശുചിത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ശതാവരി അല്ലെങ്കിൽ ബീട്രൂട്ട് പോലെയുള്ള ഉയർന്ന ഫോസ്ഫേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ വിറ്റമിൻ B, C എന്നിവയുടെ അമിത ഉപയോഗം മൂത്രത്തിന്റെ നിറത്തിന് മാറ്റം വരുത്തും. കൂടാതെ രക്തത്തിലെ പഞ്ചസാരയുടെ ഉയർന്ന അളവ് മൂത്രത്തിന്റെ നിറമാറ്റത്തിനും കാരണമാകും.